എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ പേപ്പർ 2023 നടത്തിയ LD ക്ലർക്ക് എക്സാമിൻ്റെ പേപ്പറാണ്. അതിലെ മാത്സ് പാർട്ടാണ് നമ്മളിന്ന് പറയാൻ പോണത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. 1/16 2/3 മടങ്ങ് എത്ര? എങ്ങനെയാണ് മടങ്ങ് കാണുക? 1/16 ഇൻറ്റു 2/3 അല്ലേ? അപ്പം എന്താ വരിക? ഈ 2 ഇതിൽ വെട്ടിപ്പോവില്ലേ? അപ്പം എത്ര വരും? 8. 1/8 × 3 24. 1/24 എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് എന്താണ്? 3, 6, 2 ഈ സംഖ്യകളുടെ ലസാഗു. ലസാഗു എന്ന് പറഞ്ഞാൽ എന്താണ്? LCM. LCM എന്ന് പറഞ്ഞാൽ എന്താണ്? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അതായത് ഇവരുടെ ഗുണനഫലങ്ങളുടെ അതിൽ ഏറ്റവും ചെറുത്, അതായത് കോമൺ ഗുണനഫലങ്ങളുടെ ഏറ്റവും ചെറുത്, അതായത് ഈ 3, 6, 2 സംഖ്യകള് നിശേഷം ഹരിച്ചു പോകാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ, അതാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ എങ്ങനെയാണ് കാണുക? 3, 6, 2 ഇതിൽ 3 പോണതുണ്ടോ നോക്കുക, അല്ലെങ്കിൽ 2 പോണതുണ്ട് വെച്ചെങ്കിൽ അത് എഴുതുക. അതായത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? അപ്പൊ ഇവിടെ 1 വരും, ഇവിടെ എന്താ വരിക? 2 വരും. ഈ 2 അതേപോലെ തന്നെ ഇങ്ങോട്ട് ഇടണം. ഇനി എന്താണ്? ഇനി 2 2 പോവും അല്ലേ? അപ്പൊ ഈ 1 ഇങ്ങോട്ട് തന്നെ എഴുതുക. ബാക്കി ഇവിടെ 1, ഇവിടെ 1 അല്ലേ? അപ്പൊ ഏതാണ് ഇതിന്റെ ലസാഗു എന്ന് പറയുന്നത്? 3 × 2 × 1 × 1 × 1, അതായത് 6 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നമുക്ക് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യണതെന്ന് പറഞ്ഞു തന്നതാണ്. ഇതിൽ 3ഉം 6ഉം 2ഉം നോക്കിയിട്ട് വെച്ചെങ്കിൽ നമുക്കത് ഇവിടുന്ന് തന്നെ മനസ്സിലാക്കാം. 6 എന്ന് പറയണത് 3ന്റെ ഒരു ഗുണിതാണ് അല്ലെ? 2ന്റെ ഒരു ഗുണിതാണ്. 6 എന്ന് പറയണത് 6ന്റെ തന്നെ ഒരു ഗുണിതമാണ്. അപ്പൊ ഏതാണ് ലസാഗു വരിക? 6 എന്നുള്ളതാണ് ലസാഗു വരിക. അപ്പൊ അവിടുന്ന് തന്നെ നമുക്ക് എഴുതാം. പക്ഷെ എങ്ങനെയാണ് ഇനി അടുത്ത വേറെ ഒരു സംഖ്യ തന്നാൽ നിങ്ങൾക്ക് എഴുതാൻ കിട്ടാണ്ടിരിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്യാമ്പിലെ 30 പേരുടെ ശരാശരി ഭാരം, ആ ഒരു ക്വസ്റ്റ്യൻ അവരെ ഒഴിവാക്കിയതാണ്. എങ്കിലും ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. ഒരു ക്യാമ്പിലെ 30 പേരുടെ ശരാശരി ഭാരം 45 കിലോഗ്രാം ആണ്. ഒരാൾ കൂടി ക്യാമ്പിലേക്ക് വന്നപ്പോൾ ശരാശരി ഭാരം 42 കിലോഗ്രാം ആയി. അപ്പൊ പുതുതായി വന്ന ആളുടെ ഭാരം എങ്ങനെയാണ് കാണുക? അതായത് ടോട്ടൽ ഡിവൈഡഡ് ബൈ 30 എന്ന് പറയുന്നതാണ് 45 അല്ലെ? അപ്പൊ ടോട്ടൽ എന്ത് വരും? 45 × 30 വരും അല്ലെ? ഇനി അടുത്തത് ഒരാൾ കൂടി വന്ന എന്തായി? ടോട്ടൽ കൂടെ ഈ ടോട്ടലിന്റെ കൂടെ എത്ര കൂട്ടി? എക്സ് എന്ന് പറയുന്നത് കൂട്ടി. ഡിവൈഡഡ് ബൈ എത്ര? അപ്പൊ എത്ര ആളായി? 31 അല്ലെ? അതെന്ന് പറയുന്നത് 42 ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ടോട്ടലാണ് നമുക്ക് ടോട്ടൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? ഈ ടോട്ടലാണ് ഈ ടോട്ടൽ. അപ്പൊ നമുക്ക് എന്താ ചെയ്യാം? എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി 42 × 31 ചെയ്ത് മൈനസ് ഈ ടോട്ടൽ, അതായത് 45 × 30 ചെയ്താൽ മതി. അപ്പൊ ഇത് പിന്നെ നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എക്സ് എന്ന് പറയുന്നത്, അതായത് പുതുതായി വന്ന ആളുടെ ഭാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ½ + 1/2² + 1/2³ ദശാംശ രൂപം എഴുതുക. അതായത് 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.5 ആണ് അല്ലെ? അല്ലെങ്കിൽ അര എന്ന് വിചാരിക്കുക. 1/2 അര. 1/4 എന്ന് പറഞ്ഞാൽ എന്താണ്? കാല്. അരയും കാലും കൂടി എന്താണ്? മുക്കാല് അല്ലെ? 3/4 പ്ലസ് 1/2³ എത്രയാണ്? 1/8. അപ്പൊ ഇതിന് LCM എന്താണ്? 8 ആണ് അല്ലെ? അപ്പൊ × 2 ആണ് ചെയ്യണേ. അപ്പൊ ഇവിടെയും × 2 ചെയ്യണം. അപ്പൊ എന്താണ്? 6 + 1
7 7/8 7/8 എങ്ങനെ ചെയ്യാ? 7 ഡിവൈഡഡ് ബൈ 8. അത് എത്രയാണ്? പോയിന്റ്. ഇത് 7ല് പോവില്ല അല്ലെ? അപ്പൊ പോയിന്റ് ഇട്ടു. ഇനി 70 ആക്കി. അപ്പൊ എത്രയാണ്? 8 64 അല്ലെ? അപ്പൊ 6 60ല് 7 56 40ല് 4 40 ആക്കി 5 40. അപ്പൊ ഏതാണ് ആൻസർ? 0.875 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 15 സെന്റിമീറ്റർ നീളമുള്ള വര AB-യുടെ 2/3 ഭാഗം ആകുന്ന വിധത്തിൽ C അടയാളപ്പെടുത്തിയിട്ടുണ്ട്. AC-യുടെ 1/2 ഭാഗം ആകുന്ന വിധത്തിൽ D അടയാളപ്പെടുത്തിയാൽ AB-യുടെ എത്ര ഭാഗമാണ് AD? നമ്മൾ ഒരു വര വരച്ചു. 15 സെന്റിമീറ്റർ 2/3, അതായത് ഇതിന്റെ 3 ഭാഗങ്ങൾ വെച്ചതില് ഈ 2 ഭാഗത്തിലും ഉള്ളത് 15 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? 15 സെന്റിമീറ്റർ നീളമുള്ള വര AB-യുടെ 2/3 AB ഇതാണ്. ഇതിന്റെ 2/3 ഭാഗം ആകണ രീതിയിൽ ഏത് വരച്ചു? C അടയാളപ്പെടുത്തി. ഇനി എന്താ പറഞ്ഞിരിക്കണേ? AC-യുടെ പകുതി, അതായത് ഇത് അല്ലെ, അത് D അടയാളപ്പെടുത്തിയാൽ AB-യുടെ എത്ര ഭാഗമാണ് AD? അതായത് ഈ ഒരു ചെറിയ ഭാഗം എന്ന് പറയുന്നത് ഈ വലിയ ഭാഗത്തിന്റെ എത്രയാവും? 1/3 അല്ലെ? അപ്പൊ ഏതാണ് ആൻസർ? B എന്നുള്ളതാണ് ആൻസർ. അപ്പൊ നമുക്ക് കിട്ടിയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൂട്ട് ഓഫ് 1.4641 എത്ര? നോക്കൂ, ഇതില് നമ്മള് ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 4 സ്ഥാനമുണ്ടെങ്കിൽ റൂട്ടിന്റെ പുറത്ത് വരുമ്പോൾ 2 സ്ഥാനമാണ് വരിക പോയിന്റ് കഴിഞ്ഞ്. അപ്പൊ 2 സ്ഥാനം ഉള്ളത് ഈ 2 എണ്ണം ഉണ്ട് അല്ലെ? പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം ഉള്ളത് ഇത് 2 ആണ് ഉള്ളത്. ഇനി നമുക്ക് അറിയേണ്ടത് 1.4641ന്റെ റൂട്ട് എത്രയാണ് എന്നാണ്. അപ്പൊ ഇതൊന്ന് നോക്കിയാൽ 121 × 121 എങ്ങനെ ചെയ്യാം? 121 × 121 ഇങ്ങനെ ചെയ്യണേക്കാട്ടും ഭേദം 120 + 1 ആണ് 121 അല്ലെ? അപ്പൊ സ്ക്വയർ ചെയ്യുക. അപ്പൊ 120 സ്ക്വയർ എത്ര വരും? 12 144 ആണ്. 144 2 0 പ്ലസ് 2 ഇൻറ്റു ഇത് ഏത് രീതിയിലാണ് ഞാൻ ചെയ്യണത്? A + B ഹോൾ സ്ക്വയർ എന്നുള്ള രീതിയിലാണ് ചെയ്യണത്. A² + 2AB + B². അതായത് ഇവിടെ എന്ത് വരും? 2 × 120 240 അല്ലെ? 240 × 1 240 തന്നെ, പ്ലസ് B² എന്ന് പറഞ്ഞാൽ എന്താണ്? 1² അത് 1 തന്നെ. അപ്പൊ എന്താണ്? 14,400 പ്ലസ് 240 പ്ലസ് 1 അത് എത്ര വരും? 1 4 6 4 1. നോക്കൂ, ഇത് തന്നെയല്ലേ ഇതിന്റെ ഉള്ളിലുള്ളത്. അപ്പൊ നമുക്ക് അറിയാം 121 ആണ്. പോയിന്റ് ഇല്ലാണ്ട് നമുക്ക് റൂട്ട് കണ്ട 121 ആണ് വരിക. ഉള്ളിൽ എത്ര ഉണ്ട്? പോയിന്റ് കഴിഞ്ഞ് 4 സ്ഥാനം ഉള്ളപ്പോ പകുതിയെ നമുക്ക് ആൻസറിൽ വരുള്ളൂ, അതായത് 2 സ്ഥാനേ വരുള്ളൂ. അപ്പൊ 1 2 സ്ഥാനം നീക്കി കുത്തിടുക. അപ്പൊ 1.21 B എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വലുതേത്? അതായത് 10 പോയിന്റ് ആണ് എല്ലാം അല്ലെ? ഇനി അടുത്തത് ഏത് സംഖ്യയാണോ വലുത് വരുന്നത് നോക്കുക. അതായത് 10 പോയിന്റ് കഴിഞ്ഞാൽ 0 1 2 7. അപ്പൊ ഏതാണ് വലുത്? ഈ 7 ആണ് വലുത് അല്ലെ? 10 ബാക്കിയെല്ലാം സെയിം ആണ്, 10 ആണ്. അതുകൊണ്ടാണ് നമ്മൾ പോയിന്റ് കഴിഞ്ഞിട്ടുള്ളത് നോക്കിയത്. പോയിന്റ് കഴിഞ്ഞ് ഏത് സംഖ്യയാണോ വലുത് വരുന്നത്. ഇനിയിപ്പോ ഇത് 3ഉം സെയിം ആണ് വെച്ചെങ്കിലോ അടുത്ത സംഖ്യയിലെ ഏറ്റവും വലുത് നോക്കുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 243ന് എത്ര ഘടകങ്ങളുണ്ട്? 243ന് എത്ര ഘടകങ്ങളുണ്ട് എന്ന് ഇങ്ങനെ കാണാം. എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം. 243നെ നമുക്ക് ഘടകങ്ങളാക്കാം. എന്ത്? അഭാജ്യ സംഖ്യകളായിട്ട് നമുക്ക് ഘടകങ്ങളാക്കാം. അതായത് പ്രൈം ഡിവിഷൻ നമുക്ക് ചെയ്യാം. എങ്ങനെയാണ്? 3 8 3 24 1 അല്ലെ?
ഇനിയും 3 പോവും അല്ലേ? എത്ര പ്രാവശ്യം? 3 6, 7 3 21. ഇനിയും 3 പോവും. 9 3 27. ഇനി 3 പോവും. 3 9. ഇനി 3 പോവും. 1 അല്ലേ? അപ്പൊ ഇതിനെ ഈ 243നെ ഞാൻ എങ്ങനെ എഴുതാം? 3 റേസ് ടു 2 4 5 എന്ന് എഴുതാം അല്ലേ? 3 റേസ് ടു 5 എന്ന് എഴുതി. നമ്മൾ എന്താ ചെയ്തേ? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തു അല്ലേ? അപ്പൊ ഈ കിട്ടണ ഈ ഒരു നമ്പർ ഉണ്ടല്ലോ, അത് +1 ആണ് വരിക. 5 + 1 6 വരിക. ഇനിയിപ്പോ നമുക്ക് ഒരു സംഖ്യ കിട്ടി. 3 റേസ് ടു 2 ഇൻറ്റു 5 റേസ് ടു 1. ഇങ്ങനെ ഒരു സംഖ്യ കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ ഘടകങ്ങൾ കാണാൻ എന്താ ചെയ്യുക? ഇത് +1 അതായത് 3, ഇത് +1 2. ഇനി ഇത് തമ്മിൽ ഗുണിക്കുക. 3 × 2 6 ഘടകങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? 1 കൂട്ടി എന്നിട്ട് ഇൻറ്റു ചെയ്തു. അതായത് 2 എണ്ണം ഉണ്ടെച്ചെങ്കിലാണ് നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടത്. ഒരെണ്ണേ ഉള്ളൂ വെച്ചെങ്കിൽ ആകെ കൂട്ടുക മാത്രം ചെയ്താൽ മതി. 5 + 1 6 എന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏത്? എങ്ങനെയാണ് എഴുതുക? അതായത് 25 × 10³ എന്ന് പറഞ്ഞാൽ 10³ നമുക്ക് റൂട്ട് കണ്ടുവെച്ചെങ്കിൽ പൂർണ്ണമാവില്ല അല്ലെ? അപ്പൊ അതല്ല. പിന്നെ ഇവിടെ 3 സ്ഥാനേ ഉള്ളൂ. അതിന്റെ റൂട്ട് കാണുമ്പോഴോ അങ്ങനെ അതും ശരിയാവില്ല അല്ലെ? പൂർണ്ണവർഗം ആവില്ല. ഇനി ഇവിടെയോ 10⁵ ആണ്. അതും പൂർണ്ണവർഗം ആവില്ല. അപ്പൊ ഇത് നോക്കി നോക്കൂ. 9ന്റെ ക്യൂബ് റൂട്ട് എന്താ? സ്ക്വയർ റൂട്ട് എന്താണ്? അതായത് വർഗമൂലം എന്താണ്? 3 അല്ലെ? 10² വർഗമൂലം എന്താണ്? 10. 1ന്റെ വർഗമൂലം എന്താണ്? 1. അപ്പൊ എന്താണ് ഇവിടെ ആൻസർ വരിക? 30 എന്നുള്ളത് വരും. 30ന്റെ സ്ക്വയർ ആണ് ഈ പറയണ 9 × 100 × 1 എന്ന് പറയണത്. അതായത് 900. 900ന്റെ സ്ക്വയർ റൂട്ട് എന്താണ്? 30 ആണ്. അപ്പൊ അതൊരു പൂർണ്ണവർഗമല്ലേ? ആണ്. അപ്പൊ സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 120 km/മണിക്കൂറിൽ വേഗതയിൽ ഓടുന്ന ഒരു വാഹനം 1 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? അതായത് 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ km/മണിക്കൂറിലാണ് തന്നിരിക്കണേ അല്ലെ? അപ്പൊ നമ്മൾ 1 മിനിറ്റ് എന്നതിനെ അവറിൽ പറയുമ്പോ എങ്ങനെ വരും? 1/60 അവറാണ് അല്ലെ? അപ്പൊ 1/60 അവർ കൊണ്ട് 120 km/മണിക്കൂർ വേഗതയിൽ ഓടുന്നത് എത്ര ദൂരം സഞ്ചരിക്കും എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കാണാ. ദൂരം ബൈ സമയമാണ് എന്ത്? വേഗത. അപ്പൊ ദൂരം എങ്ങനെ കണ്ടുപിടിക്കും? വേഗത ഇൻറ്റു സമയം അല്ലേ? അപ്പൊ വേഗത ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ട്? അവര് 120 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് km/h ആയത് കൊണ്ടാണ് ഞാൻ ഇവിടെ എന്താ 1 മിനിറ്റ് എന്നുള്ളതിനെ അവറിലാക്കിയത്. അപ്പൊ ഇൻറ്റു സമയം എന്ന് പറഞ്ഞാൽ 1/60 അവർ അല്ലെ? അപ്പം ഇതെന്താ വരിക? 2 പ്രാവശ്യമാണ് 60ല് 120ല് 60 പോവുക അല്ലെ? അപ്പൊ 2 കിലോമീറ്റർ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 5 കുട്ടികളുടെ ഇപ്പോഴത്തെ വയസ്സുകളുടെ തുക 48 ആണ്. 5 വർഷത്തിന് ശേഷം അവരുടെ ആകെ വയസ്സ് എത്ര? 5 കുട്ടികളുടെ വയസ്സുകളുടെ തുക പറഞ്ഞുണ്ട്. എത്രയാണെന്ന്? 48 ആണെന്ന് പറഞ്ഞുണ്ട് അല്ലെ? ഇനി 5 വർഷത്തിന് ശേഷം എന്താ ഉണ്ടാവുക? ഓരോരുത്തർക്കും 5 വയസ്സ് കൂടും അല്ലെ? അപ്പൊ എത്ര കൂടും? 5 കുട്ടികൾക്ക് 5 വയസ്സ് വീതം കൂടിയ തുകയിലുള്ള വ്യത്യാസം എന്താണ്? 5 × 5 25 കൂടിയും കൂടും അല്ലെ? അപ്പൊ 25 48 കൂടി കൂട്ടിയ എത്രയാണ്? 73. അപ്പൊ ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലാസ്സിൽ 45 കുട്ടികളെ വരിയായി നിർത്തിയപ്പോൾ അനു ഇടത്തു നിന്നും 22ാമതും
വിനു വലത്ത് നിന്ന് 25-മതുമാണ്. ഇവരുടെ ഇടയ്ക്കുള്ള കുട്ടികളുടെ എണ്ണം എത്ര? അനുവിന്റെ സ്ഥാനം ഇടത് നിന്ന് എന്താ പറഞ്ഞേ, 22-മതാണെന്ന് പറഞ്ഞു അല്ലെ. അനുവിന്റെ സ്ഥാനം ലെഫ്റ്റ്, അതായത് റൈറ്റ് നിന്ന്, അതായത് വലത്ത് നിന്ന് ഏതാന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? അതായത് ആകെ 45 കുട്ടികളാണ് അല്ലെ. 45 മൈനസ് ഈ വിനു എത്രാമതാന്ന് പറഞ്ഞേക്കണേ, 25-മത് അല്ലെ. അപ്പൊ വിനുവിന്റെ സ്ഥാനം നമ്മള് ഇടത്ത് നിന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി 45 മൈനസ് 25 പ്ലസ് 1 ചെയ്യാം. അതായത് 45 മൈനസ് 25 എത്രയാണ്? 20. 20 പ്ലസ് 1 എത്രയാണ്? 21. 21 വിനുവിന്റെ സ്ഥാനം. എവിടുന്ന്? ലെഫ്റ്റ് നിന്ന്, അതായത് ഇടത്ത് നിന്ന്. അനുവിന്റെ സ്ഥാനം ഇടത്ത് നിന്ന് എത്രയാണ്? 22-മതാണ്. അപ്പൊ ഇവരുടെ ഇടയിൽ വല്ല കുട്ടികളും ഉണ്ടോ? ഇല്ല. അപ്പൊ എന്താണ് ആൻസർ? 0 എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ഇടത്ത് നിന്നുള്ള രണ്ടാളുടെയും റാങ്ക് നോക്കി. അപ്പൊ എങ്ങനെയാണ് നോക്കുക? ഇടത്ത് നിന്നുള്ള അനുവിന്റെ റാങ്ക് നമ്മൾക്ക് തന്നുണ്ട് അല്ലെ. അപ്പോ വിനുവിന്റെ റാങ്ക് കാണാൻ വേണ്ടി ആകെയുള്ള കുട്ടികളിൽ നിന്ന് വിനുവിന്റെ വലത്ത് നിന്നുള്ള റാങ്ക് മൈനസ് ചെയ്ത് 1 കൂട്ടി. അപ്പൊ എത്രയാണ്? 21 കിട്ടി. അപ്പൊ 21 വിനുവിന്റെ ഇടത്ത് നിന്നുള്ള റാങ്ക്. അപ്പൊ അനുവിന്റെ ഇടത്ത് നിന്നുള്ള റാങ്ക് 22-ഉം വിനുവിന്റെ ഇടത്ത് നിന്നുള്ള റാങ്ക് എത്രയാണ്? 21-ഉം. അപ്പൊ രണ്ടാൾക്കും തമ്മിൽ ഇടയില് എത്ര കുട്ടികളുണ്ട്? 0 കുട്ടികൾ അല്ലെ, ആരും ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സമാന ബന്ധം കണ്ടെത്തുക. 7 എന്ന് പറയുന്നത് 7:342 ആവുമ്പോ 8 എന്ന് പറയുന്നത് എന്താവും? 7ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 343 അതായത് 7 7 49, 49 ഇൻറ്റു 7, 4 7 28 6 34. കണ്ടോ? 343. പരമാവധി നിങ്ങൾ ഒരു 10 വരെയെങ്കിലും ക്യൂബും പഠിച്ചു വെക്കണേ, എങ്കിലേ നമുക്ക് വേഗത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 343 എന്നുള്ളത് 7ന്റെ ക്യൂബാണ്. അപ്പൊ അതിന്ന് 1 കുറച്ചതാണ് 342. അപ്പൊ 8ന്റെ ക്യൂബ് എന്താണ് വരിക? 64 ഇൻറ്റു 8, 8 32, 3 8 48 3 51, 512 അല്ലെ. 512. അതിന്ന് 1 കുറയ്ക്കല്ലേ വേണ്ടത്? 1 കുറച്ചിട്ടല്ലേ ആദ്യത്തില് എഴുതിയത്. 343 1 കുറച്ചു. അതേപോലെ 512 1 കുറച്ച എത്രയാണ്? 511. അപ്പൊ ഏതാണ് ആൻസർ? എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഡിക്ഷണറിയിൽ നിരത്തുമ്പോൾ 3-മത് വരുന്ന വാക്കേത്? ഇതിൽ നോക്കൂ, REG എന്നുള്ളത് എല്ലാത്തിലും ഒരേപോലെയാണ് ഇരിക്കണേ അല്ലെ. അപ്പൊ അടുത്ത ലെറ്റർ ഏതാന്ന് നോക്കുക. REG കഴിഞ്ഞിട്ട് അടുത്തത് I ആണ് 3 അല്ലെ. I കഴിഞ്ഞിട്ടാണ് പിന്നെ U വരുള്ളൂ. അപ്പൊ Iയിൽ തന്നെ ഇനി ആദ്യത്തിൽ ഏത് വരും എന്ന് നോക്കാം. I കഴിഞ്ഞ പിന്നെ M കഴിഞ്ഞിട്ടാണ് O വരിക, O കഴിഞ്ഞിട്ടാണ് S വരിക. അപ്പൊ 1-മത് ഇതും 2-മത് ഇതും 3-മത് ഇതും 4-മത് ഇതും. അപ്പൊ 3-മത് വരുന്ന വാക്ക് ഏതാണ്? C എന്നുള്ളതാണ്. അപ്പൊ ആൻസർ കിട്ടിയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A:B ഈക്വൽ ടു 2:3. A:B എന്ന് പറയുന്നത് 2:3. B:C എന്ന് പറയുന്നത് 4:5. അപ്പൊ നമുക്ക് ഇതിന്ന് A:C കാണാൻ പറ്റുമോ അല്ലെങ്കിൽ C:A കാണാൻ പറ്റുമോ എന്നാണ് നമുക്ക് നോക്കേണ്ടത് അല്ലേ. അപ്പൊ നമുക്ക് ഇത് സെയിം ആണ് വെച്ചെങ്കിൽ, ഈ ബി സെയിം ആണ് വെച്ചെങ്കിൽ നമുക്ക് വേഗത്തിൽ എഴുതാൻ പറ്റും. പക്ഷെ ഇത് സെയിം അല്ല. അപ്പൊ സെയിം ആക്കണം. എന്ത് ചെയ്യണം? ഇതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇതിനെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ ആവുമ്പോഴോ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്താവും? ഇവിടെ എന്താവും? 8:12 എന്നാവും. ഇവിടെ എന്താവും? 12:15 എന്നാവും. അപ്പൊ 12ഉം 12ഉം സെയിം ആയി, ബി സെയിം ആയി അല്ലെ. അപ്പൊ നമുക്ക് A:C എന്താന്ന് കിട്ടി? 8:15 കിട്ടി അല്ലെ. 8:15 എന്ന് കിട്ടി. അവര് ചോദിച്ചിരിക്കണത് C:A ആണ്. അപ്പൊ നമുക്ക് എന്താ എഴുതുക? 15:8 അല്ലെ.
15:8 എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 300 മൈനസ് 5 മൈനസ് 0.2 ബൈ 0.16 എത്ര? എങ്ങനെയാണ് ചെയ്യുക? ആദ്യം നമ്മൾ ബ്രാക്കറ്റ് ചെയ്യണം അല്ലേ? ബ്രാക്കറ്റ് ചെയ്യുമ്പോൾ 5ന്ന് 0.2 മൈനസ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയൂന്ന് അറിയില്ല. 0.2ന്റെ കൂടെ 0.8 കൂട്ടിയാലാണ് ഒന്നാവുക. പിന്നെ 4ഉം കൂട്ടിയാ അപ്പൊ 4.8 ആണ് വരിക. ഇല്ല, ഇത് അറിയില്ല എന്ന് വിചാരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യണം? 5.0 എന്ന് എഴുതണം. മൈനസ് 0.2 ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പൊ 0ന്ന് 2 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇവിടുന്ന് 1 എടുക്കണം. അപ്പൊ 4 ആയി. ഇവിടെ 10 ആയി. 10 മൈനസ് 2 എത്രയാണ്? 8 ആണ്. 4 മൈനസ് 0 അപ്പൊ 4. അപ്പൊ 4.8 വന്നു. അപ്പൊ ഇനി ബ്രാക്കറ്റില് ഈ 5 മൈനസ് 0.2 എന്നുള്ളത് 4.8 ആയി അല്ലെ? 4.8 ഡിവൈഡഡ് ബൈ 0.16. ഇത് പോയിന്റ് ഇല്ല എന്ന് വിചാരിക്കോ? അപ്പൊ എങ്ങനെയാണ്? 48 ബൈ 16. അതെത്രയാ വരിക? 3 വരിക. 16 3 48 അല്ലേ? ഇനി പോയിന്റ് ഉണ്ടെച്ചെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഏത് പോയിന്റ് ആണ് വലുത്? ഛേദത്തിലാണ് വലുത് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇൻറ്റു അത്രയും പോയിന്റ് ഉള്ള സംഖ്യ ഗുണിക്കണം. അതായത് 10 ഗുണിക്കണം. അപ്പൊ 30 എന്ന് കിട്ടും. എങ്ങനെയാണ് അത് വരുന്നത് എന്ന് പറഞ്ഞു തരാം. 4.8 എന്നുള്ളത് എങ്ങനെ എഴുതാ? 48 ബൈ 10 എന്ന് എഴുതാം അല്ലേ? 0.16 എന്ത് എഴുതാം? 16 ബൈ 100 എന്ന് എഴുതാം അല്ലേ? അപ്പൊ ഇത് മുകളിലേക്ക് പോവും അല്ലേ? അപ്പൊ എന്ത് വരും? 48 ഇൻറ്റു 100 ബൈ 10 ഇൻറ്റു 16 എന്ന് വന്നു. ഈ 16 3 48 എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ 0 കൂടി ക്യാൻസൽ ചെയ്തു. അപ്പൊ 3 ഇൻറ്റു 10 എന്തായി? 30 ആയി. ഈ 30 തന്നെയാണ് ഞാൻ പറഞ്ഞ 30 അല്ലേ? കാരണം പോയിന്റ് കഴിഞ്ഞ് 1 സ്ഥാനാണ് അംശത്തില്, പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനാണ് ഛേദത്തില്. അപ്പൊ അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? പോയിന്റ് കഴിഞ്ഞ് 1 സ്ഥാനം ഏതിലുള്ളത്? ഛേദത്തിലുള്ളത്. അങ്ങനെയാവുമ്പോ നമ്മള് ഉത്തരത്തിൽ എന്ത് ചെയ്യണം? ഇൻറ്റു 10 ചെയ്യണം. ഇനി 2 സ്ഥാനാണ് ഛേദത്തിൽ വരണെച്ചെങ്കിലോ ഇൻറ്റു 100 ചെയ്യണം. ഇനി ഛേദത്തിലല്ല അംശത്തിലാണ് വരണതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അത്രയും പൂജ്യങ്ങളുള്ള സംഖ്യയെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കണു. അപ്പൊ നമുക്ക് 30 ഈ ബ്രാക്കറ്റിലുള്ള എല്ലാ സംഖ്യകളും കൂടി കിട്ടുക. അപ്പൊ 300 മൈനസ് 30 എത്രയാണ്? 270. അപ്പൊ ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1, 2, 5, 16, 65 എന്ന ശ്രേണിയിലെ അടുത്ത പദം ഏത്? ഓക്കെ, ഇതില് 1 ഇൻറ്റു 1 പ്ലസ് 1 2 അല്ലേ? ഇനി 2 ഇൻറ്റു 2 പ്ലസ് 1 5. 5 ഇൻറ്റു 2 5 ഇൻറ്റു 3 അല്ലേ? 5 ഇൻറ്റു 3 പ്ലസ് 1 16. അപ്പൊ ഇനി എന്താ വരിക? 16 ഇൻറ്റു 4 പ്ലസ് 1 65. അപ്പൊ ഇനി എന്താ വരിക? 65 ഇൻറ്റു 5 പ്ലസ് 1 അല്ലേ? 5 25 2 6 30 32 പ്ലസ് 1 325 പ്ലസ് 1 326. ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൂട്ട് ഓഫ് 0.0081. പോയിന്റ് ഇല്ല എന്ന് വിചാരിക്കൂ. അപ്പൊ എന്താണ് സംഖ്യ? 81. 81ന്റെ റൂട്ട് എത്രയാണ്? 9. 9 × 9 81. അപ്പൊ 9 സംഖ്യ അല്ലേ? ഇനി പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനം ഉണ്ട് റൂട്ടിന്റെ ഉള്ളില്? 4 സ്ഥാനം ഉണ്ട്. അപ്പൊ റൂട്ടിന്റെ വെളിയിലേക്ക് വരുമ്പോ എത്ര സ്ഥാനം വരും? അതിന്റെ പകുതിയേ വരുള്ളൂ. അപ്പൊ 2 സ്ഥാനം. പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം വേണം. ഇവിടെ 1 സ്ഥാനേ ഉള്ളൂ. അപ്പൊ ഇവിടെ 0 ചേർത്ത് പോയിന്റ് ഇടണം. അപ്പൊ 0.09 എന്നുള്ളതാണ് ആൻസർ. എ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ല എന്ന് വിചാരിച്ച റൂട്ട് ഓഫ്
81/4 പൂജ്യം ഉള്ളതാണ് ഇത് അല്ലെ. 4 പൂജ്യം അങ്ങനെയാണ്. 81/4 പൂജ്യമാണ് ഏത് 0.0081. ഇനി ഇതിന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 81ന്റെ റൂട്ട് എത്രയാണ്? 9. 10,000ത്തിന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 100 വരും. 100 × 100 ആണ് 10,000 അല്ലെ. അപ്പൊ 100 വരും. 9/100 എന്ന് പറയുന്നത് എത്രയാണ്? 0.09. ഇത് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് അല്ലെ. ഇത്രയും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം 4 സ്ഥാനം റൂട്ടിന്റെ ഉള്ളിലുണ്ട് വെച്ചെങ്കിൽ അതിന്റെ പകുതിയാണ് റൂട്ടിന് വെളിയിലേക്ക് വരിക. പിന്നെ റൂട്ടിന്റെ ഉള്ളിലുള്ള നമ്പർ ഏതാണ്? 81 ആണ്. 81ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 9 × 9 ആണ്. അപ്പൊ 9 വരണം. പിന്നെ എന്താണ്? പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം വേണം. അപ്പൊ 0.09 എന്നുള്ളതാണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പേനയുടെയും ഒരു പുസ്തകത്തിന്റെയും വിലകൾ 3:5 എന്ന അംശബന്ധത്തിലാണ്. പുസ്തകത്തിന് പേനയേക്കാൾ 12 രൂപ കൂടുതലാണ് എങ്കിൽ പേനയ്ക്കും പുസ്തകത്തിനും കൂടി ആകെ വില എത്ര? അംശബന്ധം എന്താ തന്നിക്കണേ? 3:5 ആണ് അല്ലെ. അപ്പൊ ഇതിന്റെ വ്യത്യാസം എന്താണ്? 2 ആണ്. 2x എന്ന് പറയണത് എത്രയാണ്? 12 രൂപയാണ്. അതായത് ഇവിടെ ഞാൻ പേനയുടെ വില 3x പുസ്തകത്തിന്റെ വില 5x ആയിട്ട് എടുത്തു. അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? 2x ആണ്. ആ 2x എന്ന് പറയുന്നത് എന്താണ്? 12 ആണ് അല്ലെ. അപ്പൊ x എന്ത് വരും? 6 എന്ന് വരും. അപ്പൊ പേനയുടെ വില എന്ത് വരും? 3 × 6 അതായത് 18. പുസ്തകത്തിന്റെ വില എന്ത് വരും? 5 × 6 അതായത് 30. 18ഉം 30ഉം കൂടി കൂട്ടി എത്രയാണ്? 48. അപ്പൊ ബി എന്നുള്ളതാണ് ആൻസർ. മനസ്സിലായില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒറ്റയാനെ കണ്ടെത്തുക. ഇതിലെ 91, 93, 95, 97, 99 ഇതിലെ അഭാജ്യ സംഖ്യയായത് ഏത് മാത്രമാണ്? 97. പ്രൈം നമ്പർ ആണ് 97. 93ല് 3 പോവും അല്ലെ. 93 ÷ 3 ചെയ്യാൻ പറ്റും. ഇനി 95 ÷ 5 ചെയ്യാൻ പറ്റും അല്ലെ. 91 ÷ 7 ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് അറിയാം ഇതൊന്നും അഭാജ്യ സംഖ്യകളല്ല. ആകെ ഒരു സംഖ്യയേ ഉള്ളൂ 97. അപ്പൊ അതാണ് ആൻസർ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്നും ഇനിയും കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ കമന്റ് ചെയ്യാനും നിങ്ങൾ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.